എൻ്റെ പേര് മിന്നു ബെന്നി. ഞങ്ങൾ ഗുജറാത്തിൽ സെറ്റിൽഡാണ്. എൻ്റെ മെയിൻ ഉടമ്പടി എടുക്കേണ്ട കാരണം എൻ്റെ OET എക്സാമാണ്. ഞാൻ ആദ്യമേ ഒരു പ്രാവശ്യം OET എഴുതി, അത് ഫെയിലായി. OET എഴുതി ഫെയിലായി. എനിക്ക് മാതാവിനെ പറ്റിയൊക്കെ അറിയാമായിരുന്നു, കൃപാസന സ്ഥാപനത്തിനെ പറ്റിയൊക്കെ അറിയാമായിരുന്നു. പക്ഷെ എനിക്ക് അത്രയുമായിട്ട് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഇത് ചിലപ്പോൾ ഞാൻ ഉടമ്പടി മാതാവിനെ അറിഞ്ഞിട്ടും അറിയാതെ പോലെ നിന്നിട്ടും ഉടമ്പടി എടുക്കാഞ്ഞിട്ടായിരിക്കും എക്സാമിന് ഞാൻ ചിലപ്പം തോറ്റേന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് മെയ് 27-ാം തീയതി 2023 വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ ഉപ്പും കാശുരൂപം അങ്ങനെ ശരിക്കും കൊണ്ടുപോകത്തില്ല, പക്ഷെ ഞാൻ കാശുരൂപം എൻ്റെ ഉടുപ്പേ തയ്ച്ച് വെച്ചും ഉപ്പെൻ്റെ കൈക്കകത്ത് ചുരുട്ടി പിടിച്ചുകൊണ്ട് പോയി എൻ്റെ സെൻറ്ററിലിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പേപ്പറെല്ലാം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മാതാവിൻ്റെ ഉപ്പ് തരി എൻ്റെ ആൻസർ ഷീറ്റേ വെക്കണമെന്ന്. പക്ഷെ അത് നോക്കിയപ്പോഴത്തേനും ഉപ്പ് കയ്യിൽ ഫുൾ മെൽറ്റായിപ്പോയി. അപ്പം ഞാൻ ഓർത്തു എനിക്ക് മാത്രം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എല്ലാവരും ഉപ്പ് വിതറി ഇട്ടിട്ട് എക്സാം ഷീറ്റിൽ പോന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വെറുതെ ഒന്ന് കണ്ണടിച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേനും കൈ തുറന്ന് നോക്കിയപ്പോഴത്തേനും ഉപ്പ് തരി എനിക്ക് തിരിച്ച് കിട്ടി. അപ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് തരി ഞാൻ എക്സാം ഷീറ്റ് വിതർത്തി പിന്നെ അത് ഞാൻ കൊടുത്തത്. ഞാൻ ആദ്യത്തെ എക്സാമിൽ കുറേ രാവിലും പകലും ഇരുന്ന് കുറേ കഷ്ടപ്പെട്ട് പോയിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് ഈസിലി കിട്ടുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്ത പിന്നെ ഞാൻ അങ്ങനെ ഒത്തിരി പഠിക്കാറില്ലായിരുന്നു. റീഡിങ്ങിന് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു, ലിസണിങ്ങിൽ ഞാൻ ബൈബിൾ ലിസണിങ് അത് കേൾക്കുമായിരുന്നു ചെവിക്കകത്ത് വെച്ച്. അങ്ങനെയായിരുന്നു ഞാൻ ഇമ്പ്രൂവ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അത് പാസ്സായി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് എനിക്ക് CBTയുടെ ഡേറ്റ് കിട്ടി. അപ്പോൾ അത് 2.5 ഹവറിൻ്റെ എക്സാമാണ്. പക്ഷേ എനിക്കറിയാമായിരുന്നു ഞാൻ പഠിക്കൂല എന്ന്, കാരണം ആദ്യത്തെ മാതാവിൻ്റെ റിസൾട്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഉപ്പും മൗസേലും കീബോർഡിലും വിതർത്തി ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാനിങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് കാണാം A ആണോ B ആണോ. അപ്പം പെട്ടെന്ന് 1/2 മണിക്കൂറും കൊണ്ട് എക്സാം എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പുറത്ത് ചെന്നപ്പോഴത്തേനും അവർ പറഞ്ഞു നീ പാസ്സായിന്ന്. അപ്പം അതിന് മാതാവിന് ഒത്തിരി നന്ദി. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇൻ്റർവ്യൂ ആദ്യത്തെ ഒരു ഹോസ്പിറ്റലിൽ കിട്ടി. അപ്പോൾ അവരെല്ലാം ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു, എനിക്കിനി അത് പോകാൻ പറ്റത്തില്ല, കുറേ ഡിലേ ആയി എന്ന് പറഞ്ഞു. അപ്പം സൗഭാഗ്യമാണല്ലോ, വിഷമിപ്പിക്കും. ഓൾമോസ്റ്റ് ഇത്രയും കാര്യമായി കഴിഞ്ഞപ്പം ആകുമെന്ന് ഓർത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ കുറേ തുടങ്ങി. കുറേ ജപമാല ചൊല്ലുമായിരുന്നു, സുവിശേഷങ്ങൾ കേൾക്കുമായിരുന്നു, ധ്യാനങ്ങളും ഈ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു നൈറ്റ് ഡ്യൂട്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം വെറുതെ ഒന്ന് പ്രാർത്ഥിച്ച് രാത്രിയിൽ ഞാൻ വെറുതെ ഒന്ന് മെയിൽ തുറന്ന് നോക്കിയപ്പം ഇൻ്റർവ്യൂ ആദ്യത്തെ ഹോസ്പിറ്റലിൽ കൊടുത്തായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ എനിക്ക് ഇൻ്റർവ്യൂ ഇല്ലാതെ മാതാവ് എനിക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ എൻ്റെ ജോബ് സെക്യൂറാക്കി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായിരുന്നു എനിക്ക് 1 ഇയർ എക്സ്പീരിയൻസേ ഉള്ളൂ ഹോസ്പിറ്റലിൽ. അപ്പം NHSകാർ എന്നോട് പറഞ്ഞു 4 ഇയറിൻ്റെ ബാക്ക് എക്സ്പീരിയൻസ് കാണിക്കണമെന്ന്. അപ്പം ബാക്കി ഇയർ ഞാൻ പഠിക്കുമായിരുന്നു. അപ്പം അതിന് വേണ്ടി എനിക്ക് കോളേജിൽ നിന്നൊരു ഫോം വേണമായിരുന്നു. അപ്പം കുറേ മാഡം ആണേലും പ്രിൻസിപ്പൾ ആണേലും ആരും ഫോം തരൂലായിരുന്നു. കുറേ ഇങ്ങനെ പറയായിരുന്നു നീ ഇനി പുറത്ത് പോകുക, അങ്ങനെ കുറേ ഇങ്ങനെ നമ്മളെ കുറേ ഡീമോട്ടിവേറ്റ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ ഉപ്പും കൊണ്ടായിരുന്നു പോയേ. എന്നിട്ട് ആ ഉപ്പ് പ്രിൻസിപ്പളുടെ ക്യാബിൻ്റെ മുമ്പേ ഞാൻ വിതർത്തി വിശ്വാസ പ്രമാണം ചൊല്ലി തരൂല എന്ന് പറഞ്ഞ മാഡം ഉപ്പ് വിതർത്തി ഔത്ത് കയറിയപ്പോഴത്തേനും എന്നാൽ ശരി ഇവൾക്ക് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് എനിക്ക് ഫോം ഫില്ലെല്ലാം ചെയ്തു. മാഡം തന്നെ ഇമെയിൽ NHSകാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 14-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും COS വേണമായിരുന്നു. COS വരാനും എന്നോട് പറഞ്ഞു നിനക്ക് കിട്ടത്തില്ല, ഏജൻസിക്കാർ പറഞ്ഞു നിനക്ക് കിട്ടത്തില്ല, കുറേ താമസിക്കും, നീ അതർ സ്റ്റേറ്റാണ്, നിനക്ക് എക്സ്പീരിയൻസ് കുറവാണ് എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും എൻ്റെ അടുത്ത് ഒറ്റൊരു മാർഗ്ഗമുള്ളായിരുന്നു, പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലുകയും അഖണ്ഡ ജപമാലയൊക്കെ ഞാൻ ഇരുന്ന് ചൊല്ലുമായിരുന്നു. ഡ്യൂട്ടിക്ക് പോകുമ്പം നടന്നു പോകാൻ പറ്റുവാണെങ്കിൽ ഞാൻ നടന്ന് ജപമാല കേട്ടോണ്ട് ഞാൻ പോകുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് വരാൻ കുറേ ഡിലേ ആയി. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും പപ്പയും ഞങ്ങൾ ജപമാല ചൊല്ലിക്കഴിഞ്ഞ് ഞാനിങ്ങനെ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ചിലപ്പം ജപമാല ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേനും ടിക്കറ്റ് വരുമെന്ന് ഞാൻ പറഞ്ഞതും എനിക്ക് ഞങ്ങളുടെ ഹോളിൻ്റെ തൊട്ടപ്പുറത്താണ് കിച്ചൺ. അപ്പോൾ കിച്ചണിൽ നിന്ന് യെസ് എന്ന് പറഞ്ഞൊരു സൗണ്ട് വന്നു. അപ്പം വെറുതെ ഒന്ന് മെയിൽ തുറന്ന് നോക്കിയപ്പോഴത്തേനും ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ഇതുണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പോകാനുള്ളതായിരുന്നു. അതിന് മാതാവിന് ഒത്തിരി നന്ദി. പിന്നെ ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലവും ഞാൻ അവിടെ ലണ്ടനിൽ കൊണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ടിന് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു മലദ്വാരത്തിൽ കൂടെ. അവളൊരു ഹിന്ദുവാണ്. അവൾക്ക് ഞാൻ 3 ദിവസം ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി 3-ാം ദിവസത്തേനും ആയപ്പോഴത്തേനും 99.99% ബ്ലീഡിങ് നിന്നു. പിന്നെ വേറെ എൻ്റെ ഒരു കല്ലിക്കിന് 1 വർഷമായിട്ട് ന്യൂസിലൻഡിന് പോകാൻ വേണ്ടി വിസ സ്റ്റക്കായിട്ടിരിക്കുമായിരുന്നു. അത് കാശ്രൂപം പ്രാർത്ഥിച്ച് ആ ഫോണിൻ്റെ അകത്ത് ആ വിസ പേപ്പർ കണ്ട് കാശ്രൂപം പ്രാർത്ഥിച്ചു, ഉപ്പും തൈലവും അത് കുരിശ വരച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേനും പിറ്റേന്ന് എനിക്ക് എൻ്റെ കലീഗ് പറഞ്ഞു, എടി ഒരു സന്തോഷ വാർത്തയുണ്ട്, എനിക്ക് ജാനുവരി ആകുമ്പോഴത്തേനും ന്യൂസിലൻഡിൽ എനിക്ക് പോകാൻ പറ്റുമെന്ന്. പ്രേക്ഷിക പ്രവർത്തനമായി ഞാൻ അസുഖമുള്ളവർക്ക് വേണ്ടി പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. ഉടുപ്പില്ലാത്തവർക്ക് ഉടുപ്പ് ഇത് കൊടുക്കുമായിരുന്നു. പിന്നെ പ്രാർത്ഥനയായിട്ട് എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. ഈ ഉടമ്പടി കൂടുന്നതിൻ്റെ മുമ്പേ ചെറിയ കാര്യത്തിന് ഞാൻ ഇറിറ്റേറ്റ് ആവുമായിരുന്നു. ഭയങ്കര എനിക്ക് ദേഷ്യമായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ കുറേ കാംനെസ് വന്നു. എല്ലാവരോടും ശാന്തിയും സമാധാനത്തോടെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഇതൊക്കെ കൃപാസന മാതാവിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അവർ പറയുമോ, നീ ഈ ജനറേഷനിലല്ലേ, എന്നിട്ട് നീ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു? ശരിക്കും ഇതൊക്കെ അവരെനിക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അവർക്കത് പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ ഷെയറൊക്കെ ചെയ്യുമ്പോൾ അവർ പറയും, ഇതൊക്കെ ഒന്നും റിയൽ അല്ല, നീ എന്തുകൊണ്ട് ഇത് വിശ്വസിക്കുന്നു, നീ എത്രയൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കേൾക്കൂല എന്നൊക്കെ ആദ്യമൊക്കെ പറഞ്ഞു. പക്ഷെ അവർ തന്നെ ഇപ്പം ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ തുടങ്ങി, മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, റീൽ ഷെയർ ചെയ്യാൻ തുടങ്ങി. എൻ്റെ 2-3 കുറേ ഫ്രണ്ട്സ് ഹിന്ദുസാണ്. അപ്പം നമ്മുടെ ക്രിസ്ത്യാനികളെക്കാരും കൂടുതൽ മാതാവിനെ വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നു എൻ്റെ ഹിന്ദു ഫ്രണ്ട്സാന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഹിന്ദു ഫ്രണ്ട്സ് ഓൺലൈൻ എടുക്കാൻ തുടങ്ങി. അങ്ങനെ മാതാവിന് എൻ്റെ എല്ലാ അനുഗ്രഹവും എല്ലാ അത്ഭുതവും നടത്തി തന്നതിന് മാതാവിന് ഒത്തിരി നന്ദി. ഞാനിങ്ങനെ തീരുമാനിച്ചു, ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ മാതാവിൻ്റെ ഉടമ്പടിയിലായിരിക്കും. ഒത്തിരി നന്ദി എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ 16:1 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും.